ഹലോ, നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് +2 മെട്രിക്സിലെ +2 മാത്തമാറ്റിക്സിലെ മെട്രിസസ് എന്നുള്ള ചാപ്റ്റേഴ്സത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒരു 2022 ചോദിച്ച ചോദ്യമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിൽ A² കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ A² എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചൂലേ? A×B ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ A² കണ്ടുപിടിക്കുക. ഇവിടെ A×Bക്ക് പകരം A×A എന്നായിരിക്കും വരിക. ഓക്കെ, അപ്പൊ A² ചെയ്യുമ്പോൾ എന്താ വരിക? A×A. എനെ A കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ A എന്നുള്ള മെട്രിക്സ് എടുത്തെഴുതി, ഇൻറ്റു സെക്കൻഡ് വേരിയബിളിലുള്ള മെട്രിക്സ് എടുത്തെഴുതി. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ വാല്യൂ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോനെ സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടാണ് പോവുക. അതായത് 1 × 1 പ്ലസ് 3 × 2. ഓക്കെ, അപ്പൊ എന്ത് വരും? 1 × 1 എന്ന് പറയുന്നത് 1 പ്ലസ് 3 × 2 6, മൊത്തത്തിൽ 7 കിട്ടും ഫസ്റ്റ് എലമെന്റ്. ഇനി അതേപോലെ സെക്കൻഡ് എലമെന്റ്, അതായത് ഫസ്റ്റ് റോത്തെ സെക്കൻഡ് എലമെന്റ് കിട്ടാൻ എന്താ ചെയ്യുക? ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അപ്പൊ എന്ത് വരും? 1 × 3 പ്ലസ് 3 × 0. എന്താ വരിക? 1 × 3 3 പ്ലസ് 0, അപ്പൊ 3 എന്നാ വരിക. അതേപോലെ തന്നെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റിനെയും സെക്കൻഡ് എലമെന്റിനെയാണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് എലമെന്റിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതാണ് സെക്കൻഡ് റോത്തെ ഫസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കാൻ. അതായത് 2 × 1 പ്ലസ് 0 × 2. ഇനി സെക്കൻഡ് കോളം, അതായത് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റിനെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഓക്കെ, അപ്പൊ എന്ത് വരും? 2 × 3 പ്ലസ് 0 × 0, അത് 0 ആണ്. അപ്പൊ 2 × 3 എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണ്? 7 മെട്രിക്സ് 7 3 2 6. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ആ മെട്രിക്സിന് സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ അതേ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. അതായത് ഇപ്പോൾ ഒരു A എന്ന് പറയുന്ന മെട്രിക്സ് എടുത്താൽ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് Aത്തെ വാല്യൂസ് തന്നെയാണ് കിട്ടുക. അതിനെയാണ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഒരു A എന്ന് പറയുന്ന മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയപ്പോഴാ അതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നെഗറ്റീവ് ഓഫ് A എന്നുള്ള മെട്രിക്സ് ആയിരിക്കും കിട്ടുക. അപ്പോഴാണ് ആ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു മെട്രിക്സിന് സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്ത് മെട്രിക്സ് ആണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണല്ലേ? അതായത് 3×3 ഓർഡർ വരുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചൊരു കണ്ടീഷൻ ഉണ്ട്, ഏതൊരു സ്ക്വയർ മെട്രിക്സിനും സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 A പ്ലസ് A ട്രാൻസ്പോസ്, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഫസ്റ്റ് A - A ട്രാൻസ്പോസ് എഴുതിയാലും കുഴപ്പമില്ല. 1/2 A പ്ലസ് A ട്രാൻസ്പോസ് പ്ലസ് 1/2 A - A ട്രാൻസ്പോസ് എന്നാക്കി എഴുതാൻ പറ്റും. ഇതിൽ A പ്ലസ് A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? A പ്ലസ് A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സും A - A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഏത് കേസിലും നമ്മളുടെ A എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആവുന്ന കേസിൽ ഇത് നടക്കുള്ളൂ കേട്ടോ. ഇവിടെ എന്തുകൊണ്ടാണ് 1/2 എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ A പ്ലസ് A ട്രാൻസ്പോസ് പ്ലസ് A - A ട്രാൻസ്പോസ് എന്താ വരിക?
ഈ എ ട്രാൻസ്പോസും ക്യാൻസൽ ആയി പോവും. ബാക്കി നമുക്ക് എ പ്ലസ് എ എന്നായിരിക്കും വരിക. അത് എന്ന് പറയുന്നത് 2a കിട്ടും. നമുക്ക് എന്താ വേണ്ടത്? എ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മളുടെ ഇക്വേഷൻ കിട്ടും. എന്ത്? എ ഈക്വൽ ടു 1/2 എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 എ മൈനസ് എ ട്രാൻസ്പോസ്. ഇതില് ഈ ഫസ്റ്റ് കിടക്കുന്ന എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സും എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആണ്. പിന്നെ നമ്മൾ ഇവിടെ സ്കേലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അതെന്താന്ന് വെച്ചാല് നമ്മൾ എല്ലാ വേരിയബിൾസിനും ആ സ്കേലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അത് എന്താ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന് അല്ലെങ്കിൽ ഒരു സിമെട്രിക് മെട്രിക്സിനോ ടോട്ടൽ ആയിട്ട് ഒരു സ്കേലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ എന്താണ് ആ ഒരു പ്രോപ്പർട്ടി ചേഞ്ച് ആവില്ല. ഓൾവേസ് എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു മെട്രിക്സിനെ ഈ ഫോമിലാക്കിയിട്ടാണ് എഴുതേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ പ്ലസ് എ ട്രാൻസ്പോസും കണ്ടുപിടിക്കണം, എ മൈനസ് എ ട്രാൻസ്പോസും കണ്ടുപിടിക്കണം. ഓക്കെ. ഇപ്പൊ എന്ത് വരും? ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? മെട്രിക്സ് 2 -1 -4 -1 3 4 1 -2 -3 ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ 1/2 എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എ എടുത്തെഴുതി. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ള റോസിന് കോളംസ് ആയിട്ടും കോളംസിനെ റോസ് ആയിട്ടും റെപ്രസെന്റ് ചെയ്യുക. അതായത് ഈ 2 -1 -4 ആയിരിക്കും എ ട്രാൻസ്പോസിലെ കോളംസ് ആയിട്ട് വരിക. -1 -3 അതായത് സെക്കൻഡ് റോ എന്ന് പറയുന്നത് സെക്കൻഡ് കോളം ആയിട്ടും തേർഡ് റോ എന്ന് പറയുന്നത് തേർഡ് കോളം ആയിട്ടും വരും. അങ്ങനെ നമ്മൾ എന്താ എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാണ് സാധാ അഡീഷൻ യൂസ് ചെയ്യുക. അതായത് എ പ്ലസ് എ ട്രാൻസ്പോസ് എഴുതിയിട്ട് അവ തമ്മിൽ ആഡ് ചെയ്തിട്ട് 1/2 എന്നുള്ള സ്കേലാർ കൊണ്ട് നമ്മൾ മെട്രിക്സിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. അതുപോലെ തന്നെ എ മൈനസ് എ ട്രാൻസ്പോസും ചെയ്യുന്നത്. അതായത് നമ്മൾ എ എന്നുള്ള മെട്രിക്സിന്ന് എ ട്രാൻസ്പോസത്തെ എലമെന്റ്സ് മൈനസ് ചെയ്തു പോകും. അതായത് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 2 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. എന്താ 2 2 മൈനസ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടി. പിന്നെ ബാക്കി എന്താണ്? -1 മൈനസ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? എ ട്രാൻസ്പോസ് മൈനസ് ചെയ്തിട്ട് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? എ പ്ലസ് എ ട്രാൻസ്പോസ് 1/2 എ പ്ലസ് എ ട്രാൻസ്പോസ്, അതായത് ഒരു സിമെട്രിക് 1/2 എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും കിട്ടി. ഇനി നമുക്ക് അതിന്റെ രണ്ടിന്റെയും ആഡീഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രേ ഉള്ളൂ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ. ഈ ഒരു പ്രോപ്പർട്ടി ഓർമ്മ വേണം. അതായത് ഏതൊരു സ്ക്വയർ മെട്രിക്സിന് നമുക്ക് ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും ആഡീഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതായത് സം ആയിട്ട് എഴുതാൻ പറ്റും. എങ്ങനെ? ആ ഒരു സ്ക്വയർ മെട്രിക്സിന്റെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സും എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. അപ്പൊ നമുക്ക് എ ഈക്വൽ ടു 1/2 എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി മാർച്ച് 2022 ചോദിച്ച ഒരു ചോദ്യമാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഒരു 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. മെട്രിക്സ് എക്സ് പ്ലസ് വൈ പിന്നെ 2 5 + x 8 ഈക്വൽ ടു മെട്രിക്സ് 5 2 6 8. 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. എന്താണ് ആ 2 മെട്രിക്സും? എന്താണ്? ഈക്വൽ ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സും വൈയും ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ഈക്വൽ ആണെന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 ആയിരിക്കും. 5 + x എന്ന് പറയുന്നത് ഈക്വൽ ടു 6 ആയിരിക്കും. അപ്പൊ എന്ത് വരും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5ഉം 5 + x എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോ
ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എക്സിന്റെ വാല്യൂ 6 മൈനസ് 5 അതായത് ഈക്വൽ ടു 1 ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിക്ക് ആ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? വൈൻ്റെ വാല്യൂ കിട്ടും. അതായത് 1 പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഈ 1നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ വൈ ഈക്വൽ ടു 5 മൈനസ് 1 കിട്ടും. അതായത് 4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂവും കിട്ടി, വൈൻ്റെ വാല്യൂവും കിട്ടി. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് 1ഉം വൈ എന്ന് പറയുന്നത് 4. അത് അത്രേ ഉള്ളൂ. അതൊക്കെ 2 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിന് സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതാനാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യും? 1/2 എ പ്ലസ്, നമ്മൾ ആ ഒരു മെട്രിക്സിനെ എ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. എന്നിട്ട് 1/2 എ പ്ലസ് എ ട്രാൻസ്പോസും 1/2 എ മൈനസ് എ ട്രാൻസ്പോസും കണ്ടുപിടിച്ചു. എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് എഴുതുമ്പോഴാണ് നമുക്ക് എ എന്നുള്ള ഒരു മെട്രിക്സ് കിട്ടുക. അത് ഇതിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ നോക്കുക. ഇതിൽ ആൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ മാത്രം വാല്യൂസ് നോക്കുക കേട്ടോ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഒരു 2/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അതിനൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്ത്? AIJ എന്ന് പറയുന്നത് 2i മൈനസ് ജെ ആണ്. AIJ എന്ന് പറയുന്നത് എന്താണ്? ആ മെട്രിക്സിലെ ഓരോ എലമെന്റ്സിനെയാണ് നമ്മൾ AIJ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യല് അല്ലേ? അപ്പൊ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു മെട്രിക്സ് ഒരു 2/2 മെട്രിക്സ്, അതായത് 2/2 ഓർഡറിലുള്ള 2 റോസും 2 കോളംസും വരുന്ന ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യണം. അതിന് ഒരു ബി പാർട്ടും ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യന്. എ സ്ക്വയർ കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എ എന്നുള്ള മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക, എന്നിട്ട് എ സ്ക്വയർ കണ്ടുപിടിക്കുക. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് ഫസ്റ്റത്തെ പാർട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. AIJ എന്താണ് തന്നിട്ടുണ്ട്? 2i മൈനസ് ജെ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ A11 ആകുമ്പോൾ ഐ എന്ന് പറയുന്നത് എന്താണ്? 1ഉം ജെ എന്ന് പറയുന്നത് 1ഉം ആണ്. അപ്പോൾ ഐന്റെ പകരം എന്തിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. ജെന്റെ പകരം 1 ഇട്ട് കൊടുക്കുക. അപ്പൊ 2 × 1 മൈനസ് 1. അപ്പൊ എത്ര വരും? 2 മൈനസ് എന്ത് വരും? 2 മൈനസ് 1 വരും, അതായത് 2. ഇനി അടുത്തത് A21 ആകുമ്പോ എന്താണ്? ഐ എന്ന് പറയുന്നത് 2ഉം ജെ എന്ന് പറയുന്നത് 1ഉം ആണ് അല്ലെ? അപ്പൊ എന്ത് വരും? 2 × 2 മൈനസ് ജെ എത്രയാണ്? 1. അപ്പൊ 2 × 2 4 മൈനസ് 1 എന്ന് പറയുന്നത് 3 കിട്ടും. അടുത്ത എന്താ? A12. നമ്മൾ എന്തുകൊണ്ടാണ് A31 കാണാത്തത്? കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു 2/2 മെട്രിക്സ് ആണ്. അപ്പൊ 2 കോളംസേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പിന്നെ ബാക്കിയുള്ള എലമെന്റ്സിനൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. A22 വരെ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ A12 കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഐ എന്താണ്? I1ഉം ജെ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ എന്ത് കിട്ടും? 2 × 1 മൈനസ് 2, അതായത് 2 മൈനസ് 2 0 കിട്ടും. ഇനി നമുക്ക് വരുന്നത് A22 ആണ്. ഐ പറയുന്നത് 2 ആണ്, ജെ എന്ന് പറയുന്നതും 2 ആണ്. അപ്പൊ 2 × 2 4 മൈനസ് 2 വരും. അപ്പൊ എത്ര? 2. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. ഇപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? A11 കിട്ടി, A21 കിട്ടി, A12 കിട്ടി, A22 കിട്ടി. എല്ലാ നമ്മുടെ ആ 2/2 മെട്രിക്സിലെ എല്ലാ വാല്യൂസും കിട്ടിയില്ലേ? ഇനി അത് അതായത് പൊസിഷനിൽ നമ്മൾ പുട്ട് ചെയ്യാണ് ചെയ്യുന്നത്. 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ മെട്രിക്സ് എ എന്ന് പറയുന്നത് മെട്രിക്സ് 2 3 0 2 എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ബി പാർട്ട് എന്ത് ചെയ്യുന്നു? ബി പാർട്ട് എന്ന് പറഞ്ഞാല് എ സ്ക്വയർ കണ്ടുപിടിക്കാമായിരുന്നു അല്ലെ? എ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 3 0 2 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. എ സ്ക്വയർ കണ്ടുപിടിക്കാൻ ആ മെട്രിക്സ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം ആയിട്ട് ആദ്യം മൾട്ടിപ്ലൈ, അതായത് 2 × 2 പ്ലസ് 3 × 0, അതെന്ത് വരും? 4. 2 × 2 4 ആണ്. 3 × 0 0 ആണ്. പിന്നെ അടുത്ത എലമെന്റ്, അതായത് ഈ സെക്കൻഡ് എലമെന്റ് കിട്ടാൻ എന്ത് ചെയ്യും? ഫസ്റ്റ് റോനെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 2 × 3 പ്ലസ് 3 × 2, അതായത് ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇത്. അപ്പൊ എന്ത് വരും? 2 × 3 എന്ന് പറയുന്നത് 6 ആണ്.
പിന്നെ 3 into 2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 6 + 6 12 എന്ന് വരും. പിന്നെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതായത് 0 into 2 + 2 into 0. അപ്പൊ എന്ത് വരും? രണ്ടും 0 ആണ് അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആണ്, ഇത് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആണ്. അപ്പൊ 0 വരും. പിന്നെ സെക്കൻഡ് റോയില് സെക്കൻഡ് എലമെന്റ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അപ്പോൾ 0 into 3 + 2 into 2. 0 into 3 0 ആണ്, + 2 into 2 4. അപ്പൊ എന്ത് വരും? 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? A² കിട്ടി അല്ലേ? അപ്പോൾ ഇതുള്ളൂ ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിന് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ചെയ്താനാണ് പറഞ്ഞിട്ടുള്ളത്. അധികം ഈ ഒരു ക്വസ്റ്റ്യന് കുറെ പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാർട്ട് എന്താണെന്ന് നോക്കിയിട്ട് പോകണം. ഇത് കുറെ ക്വസ്റ്റ്യനിൽ ഇത് റിപ്പീറ്റ് ആയിട്ട് വാല്യൂസ് ചേഞ്ച് ആണ്, മെട്രിക്സ് വാല്യൂസ് ചേഞ്ച് ആണെന്നുണ്ടെങ്കിലും ഈ ക്വസ്റ്റ്യൻ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ക്വസ്റ്റ്യന് എന്തായാലും നോക്കി പോകണം കേട്ടോ. അപ്പൊ ഇതിനും എന്താണ് സ്ക്യൂ സിമെട്രിക്കും സിമെട്രിക്കിന്റെയും സമ്മായിട്ട് നിങ്ങൾ എഴുതാൻ നോക്കുക. ഇതിന്റെ ആൻസറും ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വേറൊരു അതിന്റെ ബി പാർട്ട് എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതില് എന്റെ വാല്യൂം ബിന്റെ വാല്യൂം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെട്രിക്സ് എന്താണ്? സ്ക്യൂ സിമെട്രിക് ആണ്. സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എ എന്ന് പറയുന്നതാണ് മെട്രിക്സ് എന്നുണ്ടെങ്കിൽ എ ട്രാൻസ്പോസ് എന്തായിരിക്കും? എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് -A ആയിരിക്കും അല്ലെ? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഒരു മെട്രിക്സിന്റെ എ ട്രാൻസ്പോസിനോട് ഈ ഒരു മെട്രിക്സ് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടൂലേ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാന്നുള്ളത്. അങ്ങനെ അതിൽ നമുക്ക് എന്താണ് ഓരോ സ്ക്യൂ സിമെട്രിക് ആകുമ്പോൾ ഓരോ എലമെന്റ്സും ഇപ്പോൾ ഫസ്റ്റ് ഓരോ എലമെന്റിന്റെയും ഇപ്പോൾ ഇവിടെ വരുന്ന എലമെന്റിന്റെ നെഗറ്റീവ് ആയിരിക്കും നമ്മളുടെ ഇതിന്റെ ട്രാൻസ്പോസിൽ ഉണ്ടാവുക. അതേപോലെ ഇവിടെ വരുന്ന എലമെന്റിന്റെ നെഗറ്റീവ് ആയിരിക്കും ഇതിന്റെ ട്രാൻസ്പോസിൽ ഉണ്ടാവുക. അങ്ങനെ ആയിരിക്കും ട്രാൻസ്പോസിൽ ഉണ്ടാവുക. അതായത് AIJ എന്ന് പറയുന്നത് ഈക്വൽ ടു -AIJ ആയിരിക്കും. ഓക്കെ, അതാണ് സ്ക്യൂ സിമെട്രിക്കിൽ വരുന്നൊരു എന്താ പറയാ, ആ കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ അങ്ങനെയാണ് ചെയ്യുക. ഇതാണ്ടോ AIJ എന്ന് പറയുന്നത് -AIJ ഈക്വൽ ആയിരിക്കും. ഈ -AIJ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് എന്നുള്ള കണ്ടീഷൻ കൊടുത്തോണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഓക്കെ, സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ ഓർക്കുക. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? -A ട്രാൻസ്പോസ് ആണ്. അതുകൊണ്ട് ഈ ഒരു -A ട്രാൻസ്പോസ് അല്ല, A ആണ്. അതുകൊണ്ട് ഈ ഒരു എയിലുള്ള എല്ലാ വാല്യൂസിന്റെയും നെഗറ്റീവ്സ് ആയിരിക്കും എ ട്രാൻസ്പോസിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്റെ വാല്യൂ ബിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ എക്ക് ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോ എങ്ങനെയാ വരിക? 0 3 A, പിന്നെ എന്താ വരിക? B 0 -2, പിന്നെ 3 2 0. ഇതാണ് ഇതിന്റെ ട്രാൻസ്പോസ് വരിക. അപ്പൊ നമുക്ക് എന്താ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് അതിന്റെ നെഗറ്റീവ് ആണ് കറസ്പോണ്ടിങ് വാല്യൂസ് വരിക പറഞ്ഞു. അപ്പൊ ഈ ബിന്റെ ഈ പൊസിഷനിൽ ആരാളുള്ളത്? 3. അപ്പൊ ഈ 3ന്റെ നെഗറ്റീവ് ആയിരിക്കും ബിന്റെ എന്താ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ബി എന്ന് പറയുന്നത് -3 ആയിരിക്കും. ഒരിക്കലും 3 ഇടാൻ പാടില്ല. കാരണം എന്താണ്? ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നെഗറ്റീവ് ആണ് വരിക. ഓക്കെ, എന്താ എന്നാലേ നമുക്ക് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. കാരണം നമുക്ക് ഇപ്പൊ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് 1 2 -2 0. ഇത് നമ്മൾ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക? 1 -2 2 0 ആണ് വരിക. അപ്പൊ ഇതിലെന്താണ്? ഈ ഒരു മെട്രിക്സിന്റെ നെഗറ്റീവ്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പോഴാണ് ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് നമ്മൾ പറയാ അല്ലെ? അതായത് ഈ ഒരു പൊസിഷനിലും
ഈ വാല്യൂവിന്റെ എന്താണ് നെഗറ്റീവ് ആണ് ഈ ഒരു പൊസിഷനിൽ വന്നിട്ടുള്ളത്. അതേപോലെ ഈ പൊസിഷനിലുള്ള വാല്യൂവിന്റെ നെഗറ്റീവ് ആണ് ഈ പൊസിഷനിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ കേസിലും ഇതിന്റെ ട്രാൻസ്പോസ് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 0 എന്താ 0 ബി 3 3 0 2 a -2 0 എടുക്കുമ്പോൾ ഇതിലുള്ള ഈ ഇവിടെ നമ്മുടെ ബിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന കറസ്പോണ്ടിങ് വാല്യൂവിന്റെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടെ വരുന്ന എന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന കറസ്പോണ്ടിങ് വാല്യൂവിന്റെ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ എന്താ വരിക, രണ്ടും എന്താണ് -3 ആയിരിക്കും വരിക കേട്ടോ. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ഒരു എന്താ പറയാ, നമ്മുടെ ആ ഒരു കണ്ടീഷൻ, ആ ഒരു പ്രോപ്പർട്ടി ഓർമ്മ വേണം. അതായത് ഒരു മെട്രിക്സ് സിമെട്രിക് ആണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ AIJ എന്ന് പറയുന്നത് എന്തായിരിക്കും, AIJ എന്ന് പറയുന്നത് ഈക്വൽ ടു -AIJ ആയിരിക്കും. ആ ഒരു കണ്ടീഷനിലാണ് ആ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. ഇനി AIJ ഈക്വൽ ടു AIJ തന്നെ ആവുമ്പോഴാണ് എന്ത് സിമെട്രിക് മെട്രിക്സ് ആവുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതേ സെയിം എലമെന്റ് കൊണ്ട് എഴുതി വെച്ചാലും അത് എന്താണ് ഭയങ്കര ഡിഫറൻസ് ആണ്, ഉത്തരം തെറ്റിപ്പോവും. സ്ക്യൂ സിമെട്രിക് എന്ന് കണ്ടാല് നെഗറ്റീവ് വാല്യൂസ് ഇടല് നിർബന്ധമാണ്. ഓക്കെ, ഇനി നെഗറ്റീവ് വാല്യൂസ് ആണ് അവിടെ ഓൾറെഡി എന്നുള്ളത്, അതിന് ഏത് വാല്യൂ ആണ് അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ വാല്യൂവിനെ ഒരു നെഗറ്റീവ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ നമുക്ക് A എന്ന് പറയുന്നത് -3യും B എന്ന് പറയുന്നത് -3യും കിട്ടി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്, നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. എന്താ ഈ ഒരു ഇത് 2 മാർക്കിനൊക്കെയാണ് ഈ ഒരു 7ലെ A പാർട്ട് വരുന്നത്. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, മെട്രിക് x1 2 5 എന്ന് പറഞ്ഞിട്ട്, അത് ഈക്വൽ ടു മെട്രിക്സ് 3 1 2 1. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ ഈക്വൽ ആണ്, അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഞാൻ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്ന കേട്ടോ, ഈ 5 അല്ല ഇവിടെ ശരിക്കും 1 ആയിരുന്നു. അപ്പോൾ എന്താ പറയാ, ആ എലമെന്റ്സ് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ എന്ത് വരും, എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും, 3 എന്നുള്ള വാല്യൂ ആണ് വരിക. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുമ്പോൾ അത് മാറ്റണം കേട്ടോ, ഇവിടെ 5 അല്ല 1 തന്നെയാണ് വരുന്നത്. പിന്നെ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇത് പറയുന്നത് അതിൽ തന്നെ B പാർട്ടാണ്. x+y തന്നിട്ടുണ്ട്, x-y തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എക്സും വൈയും ആൻഡ് 2x+y ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, വാല്യൂസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. x+y തന്നിട്ടുണ്ട്, x-y തന്നിട്ടുണ്ട്, മെട്രിക്സ് ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിന് എക്സ് എന്നുള്ള മെട്രിക്സും y എന്നുള്ള മെട്രിക്സും അതേപോലെ 2x+y എന്നുള്ള മെട്രിക്സും നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് നമ്മൾ സാധാ എഴുതുന്ന പോലെ തന്നെ x+y ഈക്വൽ ടു 7 മെട്രിക്സ് 7 8 2 5 ആ ഒരു മെട്രിക്സ് പിന്നെ ഒന്നുകൂടെ എടുത്തെഴുതിയേക്കാണ്. x-y ഈക്വൽ ടു മെട്രിക്സ് 3 0 0 3 ഇത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ രണ്ട് മെട്രിക്സും ഈ മെട്രിക്സ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എക്സ് കട്ടായിട്ട് 2y കിട്ടൂലേ ഈ ഒരു സൈഡില്, അതായത് y മൈനസ് y വരുമ്പോൾ y+y 2y കിട്ടും. അതേപോലെ ഇവിടെ ചെയ്യുന്ന അതേ എന്ത് കാര്യം ഇവിടെ ചെയ്യണം. ഇവിടെ നമ്മൾ രണ്ടും ആഡ് ചെയ്തൊക്കെയാണ്, ആഡ് ചെയ്തൊക്കെയല്ല മൈനസ് ചെയ്തൊക്കെയാണ് ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു ഇക്വേഷൻ മൈനസ് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മെട്രിക്സ് ഈ മെട്രിക്സ് മൈനസ് ചെയ്യണം. അപ്പൊ എന്ത് വരും, കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് മൈനസ് ചെയ്യുന്നത്. അപ്പൊ 7 3 മൈനസ് ചെയ്യുമ്പോൾ 4 കിട്ടും. പിന്നെ 8 0 മൈനസ് ചെയ്യുമ്പോൾ 8 കിട്ടും. പിന്നെ 0 2 0 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2 കിട്ടും. പിന്നെ 5 3 മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടും. ഓക്കെ,
അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2y കിട്ടി. നമുക്ക് എന്താ ചെയ്യേണ്ടത്? വൈന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. വൈന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാ? ഈ ഒരു മെട്രിക്സിനെ മൊത്തത്തില് 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് വൈന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? നമുക്ക് വൈന്റെ വാല്യൂ കിട്ടി. വൈന്റെ വാല്യൂ കിട്ടിയാല് പിന്നെ എന്താ അതേപോലെ തന്നെ നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? എക്സ് മൈനസ് എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും എന്നുള്ള രണ്ട് ഇക്വേഷൻ അല്ലേ ഉണ്ടായിരുന്നത്? ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ വൈയും വൈയും കട്ടായി പോയിട്ട് എന്ത് കിട്ടും? 2x എന്നുള്ള മെട്രിക്സ് കിട്ടും. 2xന്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. 10, 8, 2, 8. അത് ആ രണ്ട് മെട്രിക്സും ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അതെങ്ങനെ വെച്ചാൽ ഈ രണ്ട് മെട്രിക്സും ആഡ് ചെയ്യുക. അതായത് 7ഉം 8ഉം ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 10 വരും. 8ഉം 0 ആഡ് ചെയ്യുമ്പോൾ 8 വരും. 2ഉം 0 ആഡ് ചെയ്യുമ്പോൾ 2 വരും. 5ഉം 3 ആഡ് ചെയ്യുമ്പോൾ 8 വരും. അതായത് 10, 8, 2, 8 എന്നുള്ള ഒരു മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുക. അത് വെച്ചിട്ട് നമുക്ക് എന്താ കിട്ടിയത്? 2x ആണ് കിട്ടിയത്. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? എക്സ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെയും ഒരു 1/2 വെച്ചിട്ട് ഈ ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എക്സ് എന്നുള്ളൊരു മെട്രിക്സ് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് പ്ലസ് 2x പ്ലസ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. 2x പ്ലസ് വൈ ചെയ്യുമ്പോൾ 2x ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് അത് നമുക്ക് ആദ്യം കിട്ടിയത് 2x ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ ഒരു എന്താ എക്സ് എന്നുള്ള മെട്രിക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. ഡയറക്റ്റ് ഇവിടെ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. അതുപോലെ പിന്നെ ആ ഒരു 2xനെ നമ്മൾ വൈ വെച്ചിട്ട് എന്താണ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ 2x പ്ലസ് വൈ എന്ത് നമ്മൾ സാധാ ആഡീഷൻ ചെയ്യുന്ന പോലെ തന്നെ 2xനെ വൈ കൊണ്ട് ആഡ് ചെയ്യുക. അതായത് 10 പ്ലസ് 2 എന്ന് പറയുന്നത് 12 കിട്ടും. 8 പ്ലസ് 0 എന്ന് പറയുന്നത് 8 കിട്ടും. 2 പ്ലസ് 1 എന്ന് പറയുന്നത് 3. 8 പ്ലസ് 1 എന്ന് പറയുന്നത് 9. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2x പ്ലസ് വൈൻ്റെ മെട്രിക്സിന്റെ ആൻസറും കിട്ടി. അത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യനും ഉള്ളത്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്ന് എന്താ പറയാ, ശരിക്ക് ശ്രദ്ധിച്ച് ചെയ്താൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യാണ്. എ എന്ന് പറയുന്നത് a ഈക്വൽ ടു മെട്രിക്സ് 3, 4, -5, -1 തന്നിട്ടുണ്ട്. ആൻഡ് 3a പ്ലസ് ബി എന്ന് പറയുന്നത് 2, 8, 3, -4 എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ബി എന്ന് പറയുന്ന മെട്രിക്സും അതേപോലെ a ഇൻറ്റു ബി എന്നുള്ള മെട്രിക്സുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബി എന്നുള്ള മെട്രിക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് സുഖമാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ 3a പ്ലസ് ബിയും കിട്ടിയിട്ടുണ്ട്, പിന്നെ എയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇപ്പൊ നമുക്ക് ഈ ഫസ്റ്റത്തെ നേരത്തെ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ഇവിടെ എന്താണ് 3a പ്ലസ് ബിയും എയും ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഒരു വേരിയബിൾ മാത്രമായിട്ട്, അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് എ ഉണ്ട്. എ ഉണ്ടായതുകൊണ്ട് ഇവിടെ 3a, ഇപ്പൊ ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്യണമെന്നില്ല. സിമ്പിൾ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഞാൻ താഴെ കൊടുത്ത പോലെ തന്നെ എന്ത് ചെയ്യാ? ഈ എനെ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് 3a കിട്ടും. ഈ 3a കിട്ടിയാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 3 ഇൻറ്റു എന്റെ വാല്യൂ കിട്ടും പ്ലസ് ബി എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സൈഡിലും ഒരു -3a കൊണ്ട് ആഡ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ഈ 3aയും ഈ 3യും കട്ടായി പോകും. ഇവിടെ ഒരു -3a എന്നുള്ള വാല്യൂ വരും. അത് വെച്ചിട്ട് നമുക്ക് ഈ ബിന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? സാധാ ഈ ഒരു വാല്യൂന്ന് ഒരു 3a, അതായത് 3a എന്നുള്ള ഈ ഒരു മെട്രിക്സ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബിന്റെ വാല്യൂസ് കിട്ടും. അതായത് ഏതൊക്കെ? 2 - 9 എന്ത് വരും? 2 - 9 എന്ന് പറയുമ്പോൾ -7, പിന്നെ 8 - 12 -4, 3 -15, 3 - -15, അതായത് 3 + 15, 18,
പിന്നെ -4 -1. അപ്പൊ എന്ത് വരും? -4 -1 എന്ന് പറയുമ്പോൾ -4 + 1 ആവും, അതായത് -3. ഇതാണ് നമ്മളുടെ ബിയുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബി എന്നുള്ള മെട്രിക്സ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ഇൻറ്റു ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ഇൻറ്റു ബി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ എ എടുത്തെഴുതി, ബി എടുത്തെഴുതി, എന്നിട്ട് ഫസ്റ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ആഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് റോന് സെക്കൻഡ് കോളം കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് വാല്യൂ കിട്ടും, അതായത് 3 ഇൻറ്റു -4 + 4 ഇൻറ്റു -1. ഓക്കെ, അങ്ങനെ സെക്കൻഡ് വാല്യൂ കിട്ടും. പിന്നെ എന്ത് ചെയ്യുക? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും, -5 ഇൻറ്റു -7 എന്ന് പറയുന്നത് 35 ആണ്. പിന്നെ -1 ഇൻറ്റു -18 -18 കിട്ടും. അങ്ങനെ നമുക്ക് ആ വാല്യൂസും കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? എ ബി കിട്ടും. അപ്പൊ എ ബിന്റെ വാല്യൂ കിട്ടി, എന്താ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ബിന്റെ ഓർഡർ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എ ബിന്റെ ഓർഡർ എന്തായിരിക്കും? എ എന്ന് പറയുന്നത് എന്ത് മെട്രിക്സ് ആണ്? ഒരു 3/1 മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് ഒരു എന്താണ് 1/3 മെട്രിക്സ് ആണ്. അപ്പോൾ 3/1 ഇൻറ്റു 1/3 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക? ഒരു ഇതിന്റെ റോന്റെ എണ്ണം ഇൻറ്റു ഇതിന്റെ കോളത്തിന്റെ എണ്ണം, അതായത് 3/3 മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയാണ് നോക്കുക കേട്ടോ. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് മെട്രിക്സിന്റെ റോന്റെ എണ്ണം സെക്കൻഡ് മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണം ഉള്ളതായിരിക്കും നമ്മളുടെ ആ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഓർഡർ കണ്ടുപിടിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്, അങ്ങനെ അത് വെരിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ ബി കണ്ടുപിടിക്കണം. അതായത് എനെ ബി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു 3/3 മെട്രിക്സ് കിട്ടും. അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് ബിന്റെ ട്രാൻസ്പോസും എന്റെ ട്രാൻസ്പോസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആണോ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അതില് ഫസ്റ്റ് നമ്മൾ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ചെയ്യണം. ബി എന്തായിരുന്നു? ബി എന്ന് പറയുന്നത് 1 3 -6ഉം എ എന്ന് പറയുന്നത് -2 4 5 വരുന്നു അല്ലെ? അപ്പോൾ ഇതിന്റെ ബിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ ഒരു കോളം മെട്രിക്സും എന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ ഒരു റോ മെട്രിക്സും കിട്ടി. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1 ഇൻറ്റു -2 -2. പിന്നെ ഇപ്പുറത്തേക്ക് ഈ ഒരു എന്താ ഫസ്റ്റ് ബി ട്രാൻസ്പോസിൽ പിന്നെ അടുത്ത റോ എന്ന് പറയാൻ, അടുത്ത കോളം എന്ന് പറയാനില്ലല്ലോ. അപ്പൊ നമുക്ക് പ്ലസ് എന്ന് എഴുതിയിട്ട് എഴുതാൻ ബാക്കി നമ്പേഴ്സ് ഇല്ല. അപ്പൊ അവിടെ അതുവരെ പിന്നെ എന്ത് ചെയ്യാ? ഈ ഫസ്റ്റ് റോന് സെക്കൻഡ് കോളം കൊണ്ട്, അതായത് 1 ഇൻറ്റു 4 പിന്നെ ഫസ്റ്റ് റോന് തേർഡ് കോളം കൊണ്ട് 1 ഇൻറ്റു 5 5. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സെക്കൻഡ് റോത്ത് എലമെന്റ്സ് കിട്ടേണ്ടത്. സെക്കൻഡ് റോത്ത് എലമെന്റ്സിനെ കിട്ടാൻ ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോനെ ഓരോ കോളം വെച്ചിട്ടും എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 3 ഇൻറ്റു -2 -6 3 ഇൻറ്റു 4 12 3 ഇൻറ്റു 5 15. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? തേർഡ് റോ ആണ്. അതിനെ തേർഡ് എലമെന്റിനെ ഈ ഒരു എല്ലാ എലമെന്റ്സ് വെച്ചിട്ടും, അതായത് ഓരോ കോളമാണ്, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം, ഈ ഓരോ കോളം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -6 ഇൻറ്റു -2 12 -6 ഇൻറ്റു 4 -24 -6 ഇൻറ്റു 5 -30. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് കിട്ടി. ഇനി അത് എ ബിക്ക് ഈക്വൽ ആണോ എന്നാണ് നോക്കേണ്ടത്. എ ബി നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്നത് -2 4 5 ആൻഡ് ബി എന്ന് പറയുന്നത് 1 3 -6 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ബി എന്തായിരിക്കും? -2 ഇൻറ്റു 1 -2.
നേരത്തെ ചെയ്ത പോലെ തന്നെ. പിന്നെ -2 ഇൻറ്റു 3 എന്ന് പറയുന്നത് -6, പിന്നെ -2 ഇൻറ്റു -6 എന്ന് പറയുന്നത് 12, പിന്നെ 4 ഇൻറ്റു 1, അങ്ങനെ അങ്ങനെ നേരത്തെ അതേ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്. അതായത് ഫസ്റ്റ് റോ കിട്ടാൻ ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു ഈ കോളംസ്, സെക്കൻഡ് റോ കിട്ടാൻ സെക്കൻഡ് എലമെന്റ് ഇൻറ്റു ഈ കോളംസ്, തേർഡ് റോ കിട്ടാൻ തേർഡ് എലമെന്റ് ഇൻറ്റു ഈ കോളംസ്, അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ബി കിട്ടി. ഇനി എന്താണ്? എ ബി ട്രാൻസ്പോസ് ആണ് കിട്ടേണ്ടത്. എ ബി ട്രാൻസ്പോസ് കിട്ടാൻ എന്താ ചെയ്യാ? ഈ ഏത്തെ എലമെന്റ്സിന്റെ ഈ ഒരു എന്താ ഈ റോ എലമെന്റ്സിനെ കോളം എലമെന്റ്സ് ആയിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, -2, -6, 12 എന്നുള്ളത് കോളം ആയിട്ട് എഴുതി. അതേപോലെ ഈ സെക്കൻഡ് റോ ഇവിടെ സെക്കൻഡ് കോളം ആയിട്ടും തേർഡ് റോ എന്ന് പറയുന്നത് തേർഡ് കോളം ആയിട്ടും വന്നു. അപ്പൊ നമുക്ക് എ ബിന്റെ ട്രാൻസ്പോസും കിട്ടി. അപ്പൊ ഈ വാല്യൂസ് -2, 4, 5, -6 അതേ സെയിം വാല്യൂ ആണ് എന്ത് വരുന്നത്? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോഴും വരുന്നത്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? എ ബി എനെയും ബിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രാൻസ്പോസ് ചെയ്താലും ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസിനെ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്താലും സെയിം ആൻസർ ആണ് കിട്ടുക. അത് ആ ഒരു എന്താ പറയാ ഓർഡർ മാറരുത്. അതായത് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസിന് പകരം എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസിന് എഴുതാൻ പാടില്ല. അത് നമുക്ക് എഴുതാം എപ്പോ? നമുക്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോ ഒരു ബി എ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ട്രാൻസ്പോസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസിന് ഈക്വൽ ആയിരിക്കും. അതായത് സെക്കൻഡ് വരുന്ന എലമെന്റ്സിന്റെ ട്രാൻസ്പോസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ എങ്ങനെയായിരുന്നു? എ ഇൻറ്റു ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ്, അതായത് സെക്കൻഡ് ഉള്ള എലമെന്റിന്റെ ട്രാൻസ്പോസ് ഇൻറ്റു ഫസ്റ്റ് ഉള്ള എലമെന്റിന്റെ ട്രാൻസ്പോസ് ഇതിന് ഈക്വൽ ആയിരിക്കും. ആ ഓർഡർ മാറാൻ പാടില്ല കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു 3/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. Aij എന്ന് പറയുന്നത് എന്താണ്? 3i - j ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഒരു 3/2 മെട്രിക്സ് കണ്ടുപിടിക്കണം. അതിന്റെ എലമെന്റ്സ് കണ്ടുപിടിക്കണം. ഇതിന്റെ ഓർഡർ എന്താണ്? 3/2 ആണ്. അതായത് 3 റോസും 2 കോളംസും. ഓക്കെ, 2 കോളംസ് ആണ് വരുന്നത്. അപ്പോ നമുക്ക് 3 റോസും 2 കോളംസും ആവശ്യമുള്ളൂ. അതിനനുസരിച്ച് Aij കണ്ടുപിടിക്കുക. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു മെട്രിക്സിന് സിമെട്രിക് മെട്രിക്സിന്റെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ സമ്മായിട്ട് എഴുതുക. അത് നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ആദ്യം ചെയ്ത് നോക്കുക. അത് കൂടെ എന്താ ഹോംവർക്ക് ആയിട്ട് നമ്മൾ ചെയ്യുക. കാരണം എല്ലാം ഒരേപോലെയാണ് വരുന്നത്, പ്രോസസ് ഒക്കെ ഒരേപോലെ വരുന്നത്, വാല്യൂസ് മാത്രമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എ ചെയ്ത് നോക്കാം. എ ചെയ്യുമ്പോൾ എന്താണ് ഇക്വേഷൻ? Aij എന്ന് പറയുന്നത് 3i - j. ഓക്കെ, 3i - j എന്ന് പറയുമ്പോൾ ഒരു 3/2 മെട്രിക്സ് ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് A11 ആണ്. A11 ചെയ്യുമ്പോൾ i എന്ന് പറയുന്നത് 1ഉം j എന്ന് പറയുന്നത് 1ഉം ആണ്. അപ്പോൾ 3 × 1 -1 വരും. അപ്പൊ 3 - 1 വരും. അതെന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, പിന്നെ A12 എടുക്കുമ്പോൾ i എന്ന് പറയുന്നത് 1ഉം j എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 3 × 1, അതായത് 3 × i - j. അപ്പൊ എന്തൊരും? 3 - 2 എന്ന് പറയുന്നത് 1. ഇനി പറയുന്നത് A21 ആണ്. A21 എന്ന് പറയുമ്പോൾ i എന്ന് പറയുന്നത് എന്താണ്? i എന്ന് പറയുന്നത് 2ഉം j എന്ന് പറയുന്നത് 1ഉം ആണ്. അപ്പൊ 3 × i - j, അതായത് 3 × 2, 6 - j എന്ന് പറയുന്നത് 1, അതായത് 5 എന്ന് കിട്ടും. പിന്നെ വരുന്നത് A22 ആണ്. A22 എന്ന് പറയുമ്പോൾ iയും 2 ആണ്, jയും എന്താണ്? 2 ആണ്. അപ്പോൾ 3 × 2 - 2 എന്ന് പറയുന്നത് 6 - എന്ത് വരും? 2, അതായത് 4 എന്ന് വരും. പിന്നെന്താ വരുന്നത്? പിന്നെ എന്തുകൊണ്ട് നമ്മൾ A13 A13യും A23 ഒന്നും കാണാത്തത്? കാരണം നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് 3/2 ആണ്. അതായത് നമുക്ക് 2 കോളംസിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ A13 A23 ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത എന്താണ്? തേർഡ് റോ ആണ് കാണേണ്ടത്. തേർഡ് റോത്തെ എലമെന്റ്സ്. അപ്പൊ ഫസ്റ്റ് A31 എടുക്കുക. അവിടെ i എന്ന് പറയുന്നത് 3ഉം j എന്ന് പറയുന്നത് 1ഉം ആണ്. അപ്പോൾ
3 ഇൻറ്റു 3 -1 വരും. 3 ഇൻറ്റു 3 9 ആണ്. -1 വരുമ്പോൾ 8 എന്ന് വരും. ഓക്കെ. അടുത്ത വരുന്നത് A32. അപ്പൊ I എന്ന് പറയുന്നത് 3യും J എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ എന്ത് വരും? 3 ഇൻറ്റു 3 -2 വരും. അപ്പൊ 9 മൈനസ് 2 എന്ന് പറയുമ്പോൾ എത്ര വരിക? 7 വരും. ഓക്കെ. അപ്പൊ നമ്മള് എല്ലാ എലമെന്റ്സും ആയില്ലേ? 3/2 മെട്രിക്സിന്റെ എല്ലാ എലമെന്റ്സും ആയില്ലേ? ഇനി നമുക്ക് ആ മെട്രിക്സ് ആ ഒരു ഓർഡറിൽ എഴുതണം. അതെങ്ങനെ എഴുതുക? ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, ഇത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ്, ഇത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ്, തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, തേർഡ് റോയിലെ സെക്കൻഡ് എലമെന്റ്. ആ ഒരു ഓർഡർ തന്നെ നമുക്ക് എഴുതണം. അതായത് 2 1 5 4 8 7. ഓക്കെ, ഇങ്ങനെ 2 1 5 4 8 7. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എന്താ പറയാ, എല്ലാം ശരിക്കും നോക്കുക. എൻ്റെ 2 വാല്യൂസ് ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് കുറേ പ്രാവശ്യം ചോദിച്ചത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടാവും. അപ്പൊ അത് ചെയ്യും. ഓക്കെ, ശരി.